എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ പ്രാട്ടിയല്ലേ ആ കിടക്കണത് തന്നെ സംശയിക്കില്ല. ആ പളുക്ക തല കണ്ട അറിയാം അവൻ തന്നെ. ഈ ചെറുക്ക എന്താണ് വെയിലത്ത് വന്ന് കിടക്കണേ? അവൻ എന്തൊരു ഭ്രാന്ത് വല്ലതും ഉണ്ടാ? എടാ പ്രാട്ടിയായി, എടാ ചെറുക്ക പ്രാട്ടിയായി, എഴുതടാ എഴുതിയറ കഴിഞ്ഞാട്ടെ. നിനക്കെന്താടാ തലയ്ക്ക് സുഖമില്ലേ വെയിലത്ത് വന്ന് കിടക്കാൻ? ഞാൻ വെയിലത്ത് കിടന്നാലെന്ത് മഴയത്ത് കിടന്നാലെന്ത്, ആർക്കും ഇവിടെ ഒരു ചാതൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്തൊരു കുഴപ്പം? അതെന്തരന് വെയിലത്ത് വന്ന് കിടക്കണേ? വാ ഇങ്ങ് വാ, തണലത്തോട്ട് വാ. എടേ എടേ എൻ്റെ മുഖത്ത് നോക്കടാ, മാമൻ്റെ മുഖത്ത് നോക്കാൻ. എത്ര ദിവസമായി വീട്ടിൽ പോയിട്ട്? തിരുവോണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയില്ല. എന്നെ കയറ്റിയില്ല അമ്മ വീട്ടിൽ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ? കഴിഞ്ഞ തിരുവോണത്തിനും ഇതേപോലെ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ? അത് ഇതിനല്ല, പിന്നെ ആരെന്നെ? അത് എൻ്റെ കൂടെ പഠിച്ച വിമല എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരെ? എൻ്റെ കൂടെ പഠിച്ച വിമല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയാ? ഇടയിടക്കാൻ നിനക്ക് 10-48 വയസ്സായില്ലേ? അതെങ്ങനെ കുട്ടിയാവണത്? എൻ്റെ മാമ എൻ്റെ കൂടെ പഠിച്ച വിമല പെൺകുട്ടിയായിരുന്നു അമ്മ. ആ, എന്നിട്ട് ആ കുട്ടിക്ക് എന്തൊരു പറ്റി? അവളെ വീട്ടിൽ തിരുവോണത്തിന് ഉണ്ണാൻ വിളിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പെമ്പറന്നടുത്ത് പറഞ്ഞ്, എടി ഞാൻ വിമലയുടെ വീട്ടിൽ പോയി ഉണ്ണയാണെന്ന് പറഞ്ഞു. അവളെ സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടു. ഞാൻ മാത്രമല്ല, എൻ്റെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ വിമലയുടെ ഭർത്താവ് പട്ടാളത്തിലായിരുന്നേ. പട്ടാളക്കാരൻ? ഓ, 2 കുപ്പി തന്നു അമ്മ. കുപ്പി കണ്ട ഉടനെ അടുത്ത് ഭാഷ കുടിച്ച് ചൂപ്പി. ഞാൻ മാത്രമല്ല, എല്ലാരും കൂടെ തന്നെ കുടിച്ചത്. എന്നിട്ട് എന്തരായി? കുടിച്ചിട്ട് അവിടെ ചോറ് ഉണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ ചെന്നപ്പോ ഇവള് കാലി തുള്ളി നിൽക്കണോ ഭദ്രകാളിയെ പോലെ. പിന്നെ കലി തുള്ളി നിൽക്കാതെ? അതിനല്ല, പിന്നെ നിങ്ങൾക്ക് പ്രാന്ത കണ്ടവരെ വീട്ടിൽ പോയി കുടിക്കാനെന്ന് പറഞ്ഞു. കണ്ടവന്റെ വീട്ടിൽ പോയി കുടിച്ചത് തെറ്റല്ലടാ മാമ. അന്ന് ഞാൻ അവളെ തലയിൽ കൈവച്ച് ആണയിട്ടു മാമ. എന്തരെന്നാണയിട്ട്? ഞാൻ കുടി നിർത്തിയിരുന്നു. അതിനുശേഷം നീ ഒരുപാട് ദിവസം കുടിച്ചതായിട്ട് എനിക്ക് മണം അടിച്ചിട്ടുണ്ടല്ലേ? എന്റെ മാമ, അന്ന് ഞാൻ കുടി നിർത്തിയെന്നാണ് ഞാൻ ആണയിട്ടത്. ഓ, അതിനുശേഷം വീണ്ടും കുടിച്ചല്ലേ? അന്നത്തെ ദിവസം കുടിക്കാതിരുന്ന പോരാ, അതിനല്ല ആണയിട്ടത് ഞാൻ. കഴിഞ്ഞ ഓണം അങ്ങനെയായി. ഇപ്പോഴത്തെ ഓണത്തിന് എന്തിനാണ് പറ്റിയത്? ഇപ്പോഴത്തെ ഓണത്തിന് എൻ്റെ കൂടെ പഠിച്ച ലളിത എന്നെ വിളിച്ചു അമ്മ വീട്ടിൽ. ആര് വിളിച്ചേ? എൻ്റെ കൂടെ പഠിച്ച ലളിത വീട്ടിൽ വിളിച്ചു. നിന്നെ എന്തരടാ ഓണാവുമ്പോ പെണ്ണുങ്ങളെല്ലാം വിളിക്കുന്നത്? അതല്ല അമ്മ, പിന്നെ അവളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന്. ഓ, ഗൾഫുകാരനാ? ഓ, എന്റെ പറഞ്ഞു, എടാ നിനക്ക് എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും പോണം. അപ്പൊ ഞാൻ എന്റെ പമ്പറന്നടുത്ത് പറഞ്ഞു, എടി ഞാൻ ലളിതയുടെ വീട് വരെ പോയിട്ട് വരാം, നമുക്ക് വന്നിട്ട് ഒന്നിച്ചുണ്ണാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ ലളിതയുടെ വീട്ടിൽ പോയി മാമ. പോയപ്പോ അവളെ ഭർത്താവിനെ എന്നെ പരിചയപ്പെടുത്തി. എന്തൊരു മനുഷ്യൻ മാമ, എന്തൊരു സ്വഭാവം. ഓ, ഗൾഫുകാരന്റെ ജാടയൊന്നുമില്ല. യോ, തങ്കപ്പെട്ട മനുഷ്യൻ. ചിലവരങ്ങനെയാണ്. ഇയാളെന്തിരി ഇത് ഒരു കുപ്പി കൊണ്ട് മുമ്പ് വെച്ച്. എന്തരെ? ഒരു കുപ്പി കൊണ്ട് മുമ്പ് വെച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ കുടിക്കൂല. അയ്യോ, നീ ഇത് നാക്കി പോലും തൊടൂല്ലല്ലേ? ഞാൻ കുടിക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ലളിത പറയല്ലേ, എന്റെ ചേട്ടൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. എന്റെ ചേട്ടനൊരു കമ്പനി കൊടുത്ത ചേട്ടൻ വേറെ ആരും കൂടെ കുടിക്കൂലെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറഞ്ഞ? ഓ, നിങ്ങൾ ആലോചിക്കും മാമ, ലളിത ഇങ്ങനെ പറയുമ്പോ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ? അയ്യോ, അതെന്തായിരുന്നാലും നന്നാടാ. സ്വന്തം ഭാര്യ പറഞ്ഞാലും കേൾക്കരുത്. ലളിത പറഞ്ഞാണ്ടല്ല കണിശമായിട്ടും കേട്ടിരിക്കണം. എന്നിട്ടെന്തരായടാ? എന്നിട്ടെന്തരാ, ഞാൻ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയപ്പോ പോണ വഴിക്ക് മുക്കിന്ന് ഒരു കടയിൽ 10,000 രൂപയ്ക്ക് സാധനം എല്ലാം വാങ്ങിച്ചോണ്ട് അവളെ കൊണ്ടുകൊടുത്ത്. മെടുക്കൻ കുറെ സാധനം വാങ്ങിച്ചേ? ഓ, കൊണ്ടുകൊടുത്തപ്പം ഈ പൊതി അങ്ങോട്ട് തുറന്നു വിളി നോക്കിയാമ. നിങ്ങൾ എന്തൊരു മനുഷ്യ പൊതിക്കകത്ത് വാങ്ങിച്ചു വെച്ചേക്കണം എന്നിട്ട് അവള് ചാടിക്കൊണ്ടിരിക്കണോ അമ്മ? അയ്യോ, പൊതി കണ്ടിട്ടും സന്തോഷമായില്ലേ? ആമ, പൊതിക്കകത്ത് പടക്കായിരുന്നു അമ്മ, പടക്ക്. എന്തരെ പൊടിക്കകത്ത് പടക്കായിരുന്നു, പടക്ക്. ചെറുക്ക, തിരുവോണമായിട്ട് ആരെങ്കിലും പടക്കം കൊണ്ട് വീട്ടിൽ ചെന്ന് കയറുവാടാ? ഞാൻ ഫിറ്റായപ്പോ തിരുവോണം ഒന്ന് മറന്നുപോയി മാമ. പിന്നെ വിഷു എന്ന് വിചാരിച്ചാ? ഞാൻ വിഷു എന്ന് വിചാരിച്ചു. എന്നിട്ടെന്തരായി? എന്നിട്ട് എന്തിനാ തള്ളയും പിള്ളേരെല്ലാം കൂടെ എന്നെ വെളിയിലാക്കി കഥ അടച്ചളഞ്ഞു. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളെന്നാ? അഷ്ടമി രോഹിണിയാണെന്ന് നീ തെറ്റിദ്ധരിക്കാത്തത് ഭാഗ്യം. നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചിരുന്നെങ്കിലോ? ഉറിയടി കണ്ടിട്ടുണ്ടാടാ? ഉറിയടി
കണ്ടിട്ടുണ്ട്. ഊറി അടിക്കും പോലെ ഭാര്യയും മക്കളും കൂടെ നിന്നെ അടിച്ച് റൊട്ടിയാക്കിയെന്നെ. എന്തൊരു മാമ. വാ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.